ഹൈപ്പ് കൊടുക്കുമ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള ഹൈപ്പ് കൊടുക്കാൻ നോക്കുക. ആ ഒരു മൂവിക്ക് ഒരു 90% കൊടുക്കേണ്ടടുത്ത് നമ്മളുടെ എക്സ്പെക്ടേഷൻ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു 50% കൊടുക്കാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് ഡേ മുതലാണ് അവരുടെ ഇൻകം അത് കിട്ടാണ്ടാവും. അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. മലൈക്കോട്ട് വാലിബൻ ഭയങ്കര ഹൈപ്പ് കൂടിയിട്ട് ഫ്ലോപ്പായ സിനിമ. എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയിരുന്നെങ്കിൽ അത് വിജയിച്ചു. ഓരോരോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഓരോ റേഞ്ച് കൂട്ടും. The trailers looked incredible, the marketing was everywhere, and the hype was off the charts. But when the movie finally hits the screen, was it actually good? Or did expectations make it impossible to enjoy? Did too much hype ruin a film? Let's break it down. So ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന ഹൈപ്പ് ആ സിനിമേനെ പരാജയപ്പെടുത്താനുള്ള ചാൻസസ് എത്രത്തോളം ഉണ്ട്? ഇതിന് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഹൈപ്പ് കേട്ടിട്ട് ബോക്സ് ഓഫീസിൽ ഇവർക്ക് കളക്ഷൻ കൂടുമ്പോൾ അത് മൂവിക്ക് നല്ലതാണ്. പക്ഷെ നമ്മളത് കാണാൻ പോകുമ്പോൾ അത്രയും ഹൈപ്പിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ, എക്സ്പെക്ടേഷൻ അനുസരിച്ച് എക്സൈറ്റ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആ മൂവി മോശമാണെന്ന്. ആക്ച്വലി മൂവി നല്ലതായിരിക്കാം. ആ ഒരു മൂവിക്ക് ഒരു 90% കൊടുക്കേണ്ടടുത്ത് നമ്മളുടെ എക്സ്പെക്ടേഷൻ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു 50% കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഒരുപാട് ഹൈപ്പ് വെച്ച് ആ ഒരു എക്സ്പെക്ടേഷനിൽ പോകാണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഹൈപ്പ് കൊടുക്കുന്നത് അവരുടെ ഒരു മാർക്കറ്റിംഗ് ആണ്. അത് ആ ഒരു ഫീൽഡിൽ ബെറ്ററാണ്. പക്ഷെ എക്സ്പെക്ടേഷൻ വെക്കാതിരിക്കുക. ഇപ്പോഴത്തെ ന്യൂജൻ സിനിമകൾ കൂടുതലും ചില സിനിമകൾക്ക് ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് പലതും തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരിക്കും. ചില സിനിമകൾ ഒരുപാട് ഹൈപ്പ് കൊടുത്ത് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഒട്ടും ഒരു വാല്യൂ അല്ലാത്ത സിനിമയാണ്, ചുമ്മാ എന്തൊക്കെയോ കാട്ടിക്കൂടുന്ന സിനിമകളാണെന്ന്. അപ്പോൾ ഹൈപ്പ് കൊടുക്കുമ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള ഹൈപ്പ് കൊടുക്കാൻ നോക്കുക. മാക്സിമം സിനിമയ്ക്ക് കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രം അത് ഹൈപ്പ് കൊടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നോക്കുക. ആ ഹൈപ്പ് ബാധിക്കും. അത് ഇപ്പോൾ ഓരോരോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഓരോ റേഞ്ച് കൂട്ടും. അപ്പം പോയി കാണുന്നവർക്ക് അത്രയും ആ ലെവൽ എത്തിയില്ലെങ്കിൽ അത് ഫ്ലോപ്പ് ആവും. അവരാ മനസ്സിൽ അത് ഒരു ഫ്ലോപ്പ് മൂവിയാണ്. ആൾക്കാരെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏർപ്പെടുന്നതാ. ചിലപ്പോൾ അത് വിജയിക്കും, ചിലപ്പോൾ അത് ഫ്ലോപ്പ് ആവും, ചിലപ്പോൾ അത് ആവറേജ് ആയിരിക്കും. ഓരോരോ ആൾക്കാരെ തോട്ടും ചിന്താഗതിയും, ചിലവർക്ക് ആക്ഷൻ ഇഷ്ടപ്പെടാം, അങ്ങനെ മാറിപ്പോകും. ഈ സിനിമകൾക്ക് ഹൈപ്പ് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അത് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറിയാണ്. അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. പടം കണ്ടു കഴിയുമ്പോൾ മാത്രമേ പ്രേക്ഷകന് അത് കൃത്യമായിട്ട് അത് വിലയിരുത്താൻ പറ്റുള്ളൂ. ഓവറായിട്ട് ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ ഇല്ലെങ്കിൽ അത് തിരുമേനെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഹൈപ്പ് ഈസ് റിയൽ അൺറിയൽ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. സിനിമ നമ്മളെ മാർക്കറ്റ് ചെയ്യും, ഒരുപാട് അവർ ഹൈപ്പ് കൊടുത്ത് മാർക്കറ്റ് ചെയ്യും. പക്ഷെ പടത്തിനൊരു ചെറിയ പടമായിരിക്കും. പക്ഷെ ഹൈപ്പ് ഇത്രയും ഒരു വലിയ രീതിയിൽ വലിയ സ്കെയിൽ കൊടുക്കുമ്പം നമ്മളൊക്കെ വേറെ രീതിയിൽ വേറൊരു പെർസ്പെക്റ്റീവിൽ ചിന്തിച്ച് പോയി സിനിമ കണ്ട് നല്ലൊരു സിനിമ പരാജയപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ട്. നമ്മൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത ഹിറ്റാവുന്ന സിനിമകളുണ്ട്. അപ്പം ഹൈപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് ശരിക്കും ഇൻഡസ്ട്രിയിലുണ്ട് ഉള്ള ഒരു കാര്യം. കാരണം നമുക്ക് എക്സാമ്പിൾ ഒരുപാട് സിനിമകളുണ്ട്. മലൈക്കോട്ട് വാലിബൻ ഭയങ്കര ഹൈപ്പ് കൂടിയിട്ട് ഫ്ലോപ്പായ സിനിമ. അതേപോലെ ഒരുപാട് സിനിമകളുണ്ട് ഹൈപ്പ് കൂടിയിട്ട് ലോസായ ഒരുപാട് സിനിമകളുണ്ട്. ലൂസിഫർ സെക്കൻഡ് പാർട്ട് ഇറങ്ങി, അതിൻ്റെ ഹൈപ്പാണെങ്കിൽ ഭയങ്കര ഇതായിരുന്നു. പക്ഷേ അതിനനുസരിച്ചുള്ള മൂവിയിലൊന്നുമില്ല. പക്ഷേ നമ്മൾ എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയിരുന്നെങ്കിൽ അത് വിജയിച്ചു. ഹൈപ്പ് പരാജയപ്പെടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് നെക്സ്റ്റ് ലെവലിലോട്ട് പോകുമ്പോൾ, എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നിപ്പോൾ റിലീസാണ്, നെക്സ്റ്റ് ലെവലിലോട്ട് പോകുമ്പോൾ അതിൻ്റെ എക്സ്പെക്ടേഷൻ അത്ര ഇല്ലെങ്കിൽ അത് ആ വിചാരിക്കുന്ന ഇപ്പോൾ തിയേറ്റർ ലെവലിലാണ് റിലീസ്, അപ്പോൾ നെക്സ്റ്റ് ലെവലിലോട്ട് പോകുമ്പോൾ അടുത്ത ഇൻകം അവർക്കാണ് വരേണ്ടത്. അവർക്ക് അതിന് പ്രോഫിറ്റ് കിട്ടത്തില്ല. കാര്യം റിവ്യൂസ് പോകുന്നത് നെഗായിട്ടായിരിക്കും റിവ്യൂസ് പോകുക. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. കാര്യം നമ്മളെല്ലാവരും ബിസിനസ് ഫീൽഡിലാണ് ജീവിക്കുന്നത്. ഇൻകം ജനറേറ്റ് ചെയ്യാനാണ് ഈവൻ ഫിലിം എല്ലാ പാരാമീറ്റർ. ഇപ്പോൾ സ്കൂള് വരെ അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ സിനിമ ഇറക്കുന്നത് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തിയേറ്ററിൽ നല്ല ഹൈപ്പോടെ കയറുന്നു, സെക്കൻഡ് ഡേ മുതലാണ് അവരുടെ ഇൻകം അത് കിട്ടാണ്ടാവും. Thank you.